മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. ഈ മാർച്ച് 14 പ്രത്യേകത നിങ്ങൾക്കറിയാവോ? ഈ മാർച്ച് 14 ഫുൾ മൂൺ അല്ലെങ്കിൽ ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ദിവസം. ഈ മൂൺ എനർജി, ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് നിങ്ങൾക്ക് ചില സമയത്ത് എല്ലാ വർഷത്തിലും കിട്ടും, ചിലപ്പോൾ അല്ലെങ്കിൽ എല്ലാ വർഷവും കിട്ടിയെന്നും ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു ദിവസത്തെ മാനിഫെസ്റ്റേഷന്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഈ ഒരു ലോകം മൊത്തം മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് ഈ 2 ദിവസം. അതുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും ഈ 2 ദിവസങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് ഈ 2 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ കൊണ്ടിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വർഷത്തിലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഡബിൾ അല്ലെങ്കിൽ 3 ഇരട്ടി പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഈ 2 ദിവസം കൊണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ നടത്താമെന്ന് നമുക്ക് നോക്കാം. മൂന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. കാരണം ഇത് എല്ലാ മാസവും വരുന്നത് പോലുള്ള പൗർണമി ഒന്നുമല്ല. ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മാസത്തെ 14 ഈ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് അതൊരു ഫെമിനൈൻ എനർജിയാണ്. അതുപോലെ തന്നെ ആ ദിവസം വരുന്ന എനർജി എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ്. നമ്മളുടെ ജീവിതത്തിൽ വളരെ വലിയ മേജർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു എനർജിയാണ് അന്നത്തെ ദിവസമുള്ളത്. അതേപോലെ തന്നെ സൈക്കിൾ ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത്, മരിച്ചു പോകുമെന്നല്ല, നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റികളും നമ്മളുടെ ഉള്ളിലുള്ള ഭയങ്ങളും നമ്മളുടെ ഉള്ളിൽ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മരണം, അതായത് അതെല്ലാം അവസാനിച്ച് പുതിയൊരു നിങ്ങളായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസമാണ് ഈ ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ദിവസം. അതുപോലെ തന്നെ ഈ ദിവസം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടൈമാണ്. എന്തിനാണ്? സറണ്ടൻസിനും ലെറ്റ്കോയ്ക്കും വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ഭയങ്ങളെയും നെഗറ്റിവിറ്റികളെയും നമ്മൾ ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങുവാനുള്ള ഒരു നല്ലൊരു ദിവസമാണ് ഈ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസം നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷന് വേണ്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈ ദിവസം 2 കപ്പ് മെത്തേഡ് വളരെയധികം പവർഫുൾ ആയിരിക്കും. വാട്ടർ മെത്തേഡ് വളരെയധികം പവർഫുൾ ആയിരിക്കും. കാരണം ഈ മൂൺ എനർജി വളരെയധികം റീചാർജ് ചെയ്യും വാട്ടറിനെ. നമ്മളുടെ ശരീരത്തില് 80% വാട്ടറാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ ചന്ദ്രന്റെ സൈക്കിൾ അനുസരിച്ച് നമുക്ക് ഇമോഷണൽ വേരിയൻസ് വരുന്നത്. എനിക്ക് സാധാരണ ഈ പൂർണ്ണചന്ദ്രന്റെ ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം വരല്ല, ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നാറുണ്ട്. അത് മിക്കവാറും ഒരുപാട് പേർക്ക് തോന്നാറുള്ള കാര്യമാണ്. കാരണം ആ ഒരു എനർജി നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസത്തെ എനർജി വളരെയധികം എനർജി ആയതുകൊണ്ട് തന്നെ അത് വളരെ പോസിറ്റീവ് ആയതുകൊണ്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നേടാനും നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളിലേക്ക് ഒഴിവാക്കാനും വേണ്ടി ഉപയോഗിക്കാം. മാർച്ച് 14 ആണ് ഈ ഫുൾ മൂൺ ബ്ലഡ് മൂൺ വരുന്നതെങ്കിലും 13 തൊട്ടിട്ട് തന്നെ എനർജിക്ക് ഒരു ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് 13-നും 14-നും ഈ ടെക്നിക്സുകൾ ചെയ്യാം. 2 കപ്പ് മെത്തേഡിന്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. 2 കപ്പ് മെത്തേഡ് ചെയ്യാം. അതായത് നിങ്ങൾ 2 ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിനകത്ത് നിങ്ങളുടെ ഇന്റൻഷൻ, അതായത് നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് എഴുതുക. നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയാണ് 2 കപ്പ് മെത്തേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കറണ്ട് സാലറി 10,000 രൂപ പെർ മന്ത്. അടുത്ത ഗ്ലാസ്സിനകത്ത് ഒരു പേപ്പറിനകത്ത് എഴുതി ഒട്ടിക്കണം, താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ സാലറി 25,000 അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ ആഗ്രഹിക്കുന്ന ആ ഒരു തുക പെർ മന്ത് ആണെന്നുള്ളത്. ഇത് നിങ്ങൾ റെഡ് ഇങ്ക് കൊണ്ട് എഴുതണം. കാരണം ഫുൾ മൂൺ ബ്ലഡ് മൂൺ റെഡ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് റെഡ് ഇങ്ക് കൊണ്ട് എഴുതുക, ഗ്ലാസിന്റെ പുറത്തൊട്ടിക്കുക. എന്നിട്ട് നമ്മളുടെ ആദ്യത്തെ ഗ്ലാസ്സിലില്ല, അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ സാലറി എഴുതിയ ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. അതായത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അതായത് നിങ്ങളുടെ സാലറി 25,000 കിട്ടുന്നു, നിങ്ങളുടെ ബാങ്കിൽ 25,000 വന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നു, നിങ്ങൾ ബാങ്കിൽ പോയി വിഡ്രോ ചെയ്യുന്നു, നിങ്ങൾ അതെടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ആ ഗ്ലാസ്സിലെ വെള്ളം രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതായത് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന എമൗണ്ട് ഉള്ള ഗ്ലാസ്സിലേക്ക് ആ വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് അത് കയ്യിലെടുത്ത് ഒന്നുകൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ആ വെള്ളം കുടിക്കുക. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ വിഷ്വലൈസേഷൻ രണ്ടാമത്തെ കപ്പിൽ ഒഴിച്ച് വിഷ്വലൈസേഷൻ ചെയ്ത ശേഷം
ആ ഗ്ലാസ്സിലെ വെള്ളം നിങ്ങൾ ജനാലക്കരികിൽ വെക്കുക. അതായത് ചന്ദ്രനെ കാണുന്ന രീതിയിലുള്ള ഒരു ജനാല ഉണ്ടെങ്കിൽ ആ ജനാലക്കരികിൽ വെക്കുക. 13-ാം തീയതി വെക്കുകയാണെങ്കിൽ 14-ാം തീയതി അത് കുടിക്കാം രാവിലെ. അതുപോലെ തന്നെ 14-ാം തീയതി വീണ്ടും ഈ ടെക്നിക്ക് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ട് 15-ാം തീയതി നിങ്ങൾക്കത് കുടിക്കാം. കാരണം അപ്പോൾ ആ മൂൺ എനർജിയെ പൂർണ്ണമായിട്ടും അത് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ടൈമില് നിങ്ങളുടെ ഭയങ്ങൾ ഒഴിവാക്കാനും പറ്റിയൊരു ടൈമാണത്. അപ്പോൾ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് മാർച്ച് 14-ാം തീയതി വരുന്നുണ്ട്. ആ ബ്ലഡ് മൂണിന്റെ ആ ഒരു എനർജി നിങ്ങൾ ആഗിരണം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തും തന്നെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുതേ. ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻ ടിപ്പുകളും ടെക്നിക്കുകളും നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് അറിയുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.